ഹായ് അസ്സാം വലൈക്കും. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു നോമ്പ് തുറയുടെ വിശേഷങ്ങളൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നമ്മൾ അരച്ച് വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. നോമ്പ് തുടങ്ങുന്നേക്കാളും മുന്നൊന്നും ഞാൻ അരച്ച് വെച്ചിട്ടില്ല കേട്ടോ. വെളുത്തുള്ളിക്കൊക്കെ ഇപ്പോൾ പൊന്നിൻ്റെ വിലയാണ്, നല്ല വിലയാണ്. അത് കാരണം ഇവിടെ അളന്ന് മുറിച്ചിട്ടൊക്കെയാണ് ഞാൻ വെളുത്തുള്ളി എടുക്കാറ്. അപ്പോൾ എന്തായാലും നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട് കുറച്ച്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മാങ്ങ ഇരുന്ന് ചെത്തണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാങ്ങാച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും വെളുത്തുള്ളി ഇഞ്ചിയും വേണം. അപ്പോൾ ഞാനൊന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ, വേഗം പണികൾ കഴിയും. അല്ലെങ്കിൽ പിന്നെ അത് നന്നാക്കാൻ ഇരിക്കണം, അപ്പോൾ ടൈം അത്രയും പോവും. ഞാൻ വളരെ കുറച്ചാണ് അരച്ച് വെച്ചിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളിക്ക് ഭയങ്കര വില ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ ഞാൻ ഉപ്പിട്ടിട്ട് തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് വെച്ച്. അപ്പോൾ രാവിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉപ്പ് പിടിച്ച മാങ്ങ നമ്മളൊരു അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ടായിട്ട് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ മാങ്ങ ഒന്ന് ഞാനൊരു ദിവസം വെയിൽ കൊള്ളിച്ചു കേട്ടോ. ഇത് നമ്മുടെ പുളിമാങ്ങയാണ്. അപ്പോൾ ഈ പുളിമാങ്ങ നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കഴമ്പിന് തീരെ ഉറപ്പില്ലാത്തതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് ഉടയും നമ്മുടെ ആ മാങ്ങ. ഉപ്പ് മുളകൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. അപ്പോൾ പിന്നെ അപ്പോൾ മാങ്ങ കഷ്ണമായിട്ട് നമുക്ക് കിട്ടില്ല, അതിൻ്റെ തോല് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അച്ചാറിടാന്നുണ്ടെങ്കിൽ ഈ മാങ്ങ കഷ്ണങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ മാങ്ങ ഒന്ന് നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. ഒറ്റ ദിവസം ഉണക്കിയാൽ മതി കേട്ടോ. നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് നന്നായി കൊണ്ടാട്ടം പോലെ ആക്കാൻ പാടില്ല. ഒരു ദിവസം മാത്രം വെയിൽ കൊള്ളിച്ചാൽ മതി. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ എന്നാലും ആ മാങ്ങ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയും കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് ബ്രൗൺ കളറായപ്പോൾ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മാങ്ങ മുറത്തിന്ന് എന്താ പറയുക, അതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാറ് അച്ചാർ. ഇതിപ്പോൾ ചെത്തിയിട്ടില്ലെങ്കിലും നമ്മൾ സാധാരണ കുഞ്ഞു ഇതായിട്ട് അരിയില്ലേ, അങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ മൂവാണ്ട മാങ്ങ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. ഏത് മാങ്ങയാണെങ്കിലും ചെയ്താലും ഇങ്ങനെ ഒന്ന് വെയിൽ ഒളിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഇനി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക്. അതിലേക്ക് നമ്മളിതാ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിൽ മാത്രം ചെയ്യാൻ നോക്കുക. നല്ലെണ്ണ ഇതിനായിട്ട് ഞാൻ വാങ്ങിച്ചതാട്ടോ, ഒരു ചെറിയൊരു കുപ്പിയിലുള്ളത്. കടുകൊക്കെ പൊട്ടി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഞാൻ പച്ചമുളകും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് 2.25 ടീസ്പൂണോളം ഇടുന്നത്. നമ്മളിതൊരു അച്ചാർ പൊടി ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2.25 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തീ നന്നായി കുറച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടി ഒന്ന് കരിഞ്ഞു പോകാനോ അതിൻ്റെ ടേസ്റ്റ് മാറാനോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ നന്നായി തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചേർക്കാൻ. അപ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉലുവയും കടുകും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ മാങ്ങയിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും. ഇനി നമ്മുടെ അച്ചാർ പൊടി അതൊരു 2 ടീസ്പൂണോളം അച്ചാർ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യണം. പിന്നെ കുറച്ച് സുർക്ക വേണമെങ്കിൽ ഒഴിക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനൊരു തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അധികമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മാങ്ങ നമ്മൾ അടുപ്പത്തേക്ക് വേവിക്കാനോ ചീഞ്ചട്ടിയിലേക്ക് ഇടാനോ ഒന്നും പാടില്ല. നമുക്കിത് നേരെ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് എല്ലാ മാങ്ങയിലേക്കും എത്താവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു മാങ്ങച്ചാറ് നമ്മൾ 2 ദിവസം ഒന്ന് പുറത്ത് വെച്ച് അതിൽ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് വെള്ളമാണ്. നമ്മൾ ഈ മാങ്ങയിലെ ഉപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കില്ല. ഇതിങ്ങനെ ഒരു കുഴമ്പനായിട്ട് ചാറില്ലാണ്ട് നമ്മൾ ഡ്രൈ ആയിട്ട്, എന്നാൽ അത്ര ഡ്രൈയും അല്ല, അങ്ങനെ ഉണ്ടാക്കണ അച്ചാറാണ് കേട്ടോ. നമ്മൾ ചാറോട് കൂടി ഉണ്ടാക്കണ അച്ചാറല്ല. പക്ഷേ ഇത് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഗംഭീര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ലാസ്റ്റ് നമുക്കൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ എല്ലാ അച്ചാർ ഉണ്ടാക്കുമ്പോഴും ഇടാറുണ്ട് കേട്ടോ പഞ്ചസാര. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് പഞ്ചസാര ഇടുന്നത് കേട്ടോ. അത് 1/2 ടീസ്പൂൺ മാത്രം, ഒരുപാട് കോരിടാൻ പാടില്ല.
ഇനി നമുക്കതൊരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം. കുപ്പി പ്ലാസ്റ്റിക് കുപ്പി ഉള്ളതിൻ്റെ കയ്യിൽ ശരിക്കും പറയുകയാണെങ്കിൽ ചില്ല് കുപ്പിയിലേക്ക് വേണം ആക്കണമെങ്കിൽ. ചില്ല് കുപ്പി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അച്ചാറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേഗം കഴിയും. ഇനിയിപ്പോൾ സ്കൂൾ കുട്ടിയെ കാരണം അങ്ങനെ കഴിയില്ല, അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാമല്ലോ നമുക്ക്. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്താഴത്തിനൊക്കെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ, ചോറ് കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ ഒരു തരി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഞ്ഞി കുടിക്കാനും ഒക്കെ നല്ല നല്ല രസമല്ലേ. മാങ്ങ ഉള്ളപ്പോഴല്ലേ നമുക്ക് ഇതിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ചാക്കി ബാക്കി അമ്മക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കിയില്ല. ബാക്കി ചീനച്ചട്ടിയിൽ തന്നെ വെച്ചതാട്ടോ. പിന്നെ തോന്നി നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാതും ആ കുപ്പിയിൽ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി അച്ചാറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾ അച്ചാർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഇട്ട് നോക്കി നോക്കും. ഒന്ന് മാങ്ങ വെയിലൊക്കെ കൊള്ളിച്ച് ഇട്ട് നോക്കി നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇട്ട് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഞാൻ ചെയ്യണ ഓരോ റെസിപ്പികളും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. അത് വായിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ മാങ്ങ കിട്ടുന്ന കാലമാണല്ലോ, അപ്പോൾ ഇതുപോലെ ഒന്ന് മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.